പ്രിയരെ എല്ലാവർക്കും നമസ്കാരം. കോട്ടയം ജില്ലയിൽ രാമപുരത്തിനടുത്ത് കെഴുതിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കാണുന്ന ഒരു റബ്ബർ തോട്ടമാണ്. നാളെ ഒരു അവസരത്തിൽ ഈ ഏരിയ മൊത്തം പാറമടയായിട്ട് പോകാനായിട്ടുള്ള സാധ്യതകളിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. കാരണം ഈ ഏരിയ മൊത്തം പാറമട മാഫിയക്കാർ കയ്യേറിയിരിക്കുകയാണ്. തൊട്ട് മുകളിൽ കാണുന്ന ആ വീടുകളെല്ലാം പാറമടക്കാർ മേടിച്ചു. ഇതൊരു റബ്ബർ തോട്ടമാണ്. നാളെ ഈ റബ്ബറെല്ലാം പറിച്ചു കളഞ്ഞതിന് ശേഷം ഇവിടെ മണ്ണ് തെളിച്ച് പാറ പൊട്ടിച്ച് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തെ മണ്ണെല്ലാം മാറ്റി ഇവിടെ ഒരു 10-25 ഏക്കർ അടുത്ത് ഈ പാറ മാഫിയ, ഈ കോറി മാഫിയ ഈ പ്രദേശമെല്ലാം മേടിച്ചു കൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് യാതൊരു വാർത്തകളും ഒരു ചാനലുകാരും മുമ്പോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ ഭൂപ്രകൃതി നശിപ്പിച്ച ഇവിടെ മൊത്തം പാറ ഖനനം ചെയ്തെടുക്കാനുള്ള ഒരു പ്രവണതയാണ്. ഈ നാട് എത്രമാത്രം നശിപ്പിക്കാവോ അതിൻ്റെ അങ്ങേയറ്റം വരെ ഇവർ നശിപ്പിച്ച് ഈ ഭൂപ്രദേശം ഇല്ലായ്മപ്പെടുത്തി കളയാനുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. നമ്മുടെ നാട്ടിലെ പുഴകളിലെ തോടുകളിലൊന്നും മണ്ണ് അത് വാരാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും പഞ്ചായത്തോ വേണ്ടപ്പെട്ട ഈ അധികാരി വർഗങ്ങളൊന്നും തയ്യാറാകാതെ ഈ ഭൂപ്രദേശം മൊത്തം പാറ മാഫിയയുടെ കയ്യിൽ അകപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ്. നമ്മുടെ ഈ നാട്ടിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് പോകുന്ന കല്ല് അതർ സ്റ്റേറ്റിലേക്ക് ആണ് കൊണ്ടുപോകുന്നത്. ഇതിന് മാത്രം ഈ പാറയുടെ ആവശ്യകത എന്താണ് എന്നാണ് ഇപ്പോൾ ഒരു 5-6ാമത്തെ വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മുടെ വളക്കൂറുള്ള ഈ മണ്ണെല്ലാം മാറ്റി നമ്മുടെ ഈ പ്രകൃതി സ്നേഹം എന്ന് പറഞ്ഞ പ്രകൃതി സ്നേഹികൾ വളരെയധികം ആൾക്കാർ ഈ കേരളത്തിലുണ്ട്. പക്ഷേ ഒരു പ്രകൃതി സ്നേഹികളും ഈ നാടിനെക്കുറിച്ച് പറയുന്നില്ല. ഈ അവസ്ഥയിൽ പോയാൽ ഈ നാടിൻ്റെ അവസ്ഥ, ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്താവും? കാരണം ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10, 40, 50 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുക്കി ഡാം, മലങ്കര ഡാം, അങ്ങനെ ഡാമുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂപ്രദേശം മൊത്തം പാറ മാഫിയകൾ തകർത്ത് തരിപ്പണമാക്കാനുള്ള രീതിയാണ്. ഞങ്ങൾ ഈ പാറമടയാകാൻ പോകുന്ന ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. കാരണം നാളെ ഒരു അവസരത്തിൽ വരുമ്പോൾ ഇത് വലിയൊരു ഗർത്തമായിട്ടായിരിക്കും. നമുക്കിങ്ങോട്ട് കടന്നു പോലും പോരാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിൽ ഈ പാറ മാഫിയകൾ ഈ പ്രദേശമെല്ലാം മുള്ളുവേലി വെച്ചോ അല്ലെങ്കിൽ മതിലുകൾ തീർത്തോ ഈ ഭൂപ്രദേശം മൊത്തം ഇവർ കൊട്ടിയടയ്ക്കും. അപ്പോൾ നമുക്കൊരു വീഡിയോയോ കാര്യങ്ങളോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. അത് കാരണം ഈ പ്രദേശം മൊത്തം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ഈ വീഡിയോ ക്ലോസ് ചെയ്യും. ഓക്കെ. ഇവിടെ തൊട്ട് മുകളിലായിട്ടൊരു വീടുണ്ട്. അതിന് മുകളിൽ വേറൊരു വീട് കാണാനായിട്ട് പറ്റും. അതിൻ്റെ മുകളിൽ വേറൊരു വീട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി തിരക്കിയിരുന്നു. അവിടെയെല്ലാം ഈ പാറ പൊട്ടിക്കാനായിട്ടും ഇങ്ങനെയുള്ള പണികൾക്കൊക്കെ ആയിട്ട് അതർ സ്റ്റേറ്റിലുള്ള ഭായിമാരെയാണ് അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നത്. ഒരു 6 മാസം മുമ്പ് ഈ ഭൂപ്രദേശത്തുള്ള ആളുകളെല്ലാം ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിലെ ഈ പാറയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം പാറ മാഫിയകൾ ഈ കേരളത്തിൽ ഉടനീളം ഇവർ വിന്യസിച്ചിരിക്കുന്നതെന്നറിയില്ല. എന്താണേലും ഇത് ഒരു ശരിയായ രീതിയല്ല. നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുക, ഒരു പരിധി കഴിഞ്ഞ് പാറ പൊട്ടിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിന് മാത്രം പാറ അതർ സ്റ്റേറ്റിലേക്ക് കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഭൂപടത്തിൻ്റെ ആകൃതി ഒന്ന് മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ട് വരും. പാറ മാഫിയകൾ ഇങ്ങനെ ഈ പ്രദേശം മൊത്തം ഇങ്ങനെ കൈയടക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ മാപ്പ് തന്നെ ഒന്ന് മാറ്റി എഴുതേണ്ടതായിട്ട് വരും, മാറ്റി കുറിക്കേണ്ടതായിട്ട് വരും. സിജി എന്നാ സിജിയെ പറയാനുള്ളത്? നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഈ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിങ്ങനെ പൊട്ടിച്ച് നല്ല കൃഷിസ്ഥലങ്ങളായത് ഇത്രയും നല്ല റബ്ബർ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടാവില്ല. ഇതെല്ലാം വെട്ടിമാറ്റി ഇവിടെയെല്ലാം കോറിയും ക്രഷറും അധിക നാളില്ല, വിരലിലുണ്ടാവുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇവിടെ ഒരു വലിയ ഗർത്തം പോലെ ആയിത്തീരും. നമ്മുടെ ഈ മലകളെല്ലാം ഇടിച്ചു നേർത്തയാണ്. ഇപ്പോൾ അങ്ങോട്ട് അവിടെ തന്നെ നമ്മളിപ്പോൾ കണ്ടതല്ലേ, ഒരു ചെരിഞ്ഞൊരു മല പ്രദേശത്തിൻ്റെ താഴ്ഭാഗമാണിത്. ഇവിടെ മൊത്തം ഇവിടെ നിന്ന് കുറച്ച് മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രദേശം മൊത്തം പൊട്ടിച്ച് തകർക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കും വലിയ മലയാണ്. ക്രമേണ ഇനി വൻ ദുരന്തമാണ് നമുക്കിവിടെ വരാൻ പോകുന്നത്. നമ്മൾ താമസിക്കുന്ന ഭായിമാരാണ് പോകുന്നതല്ലാതെ നേരത്തെ അഡ്വാൻസ് ആയിട്ട് എല്ലാവരെയും കൊണ്ട് താമസിപ്പിച്ച് തുടങ്ങി. പ്രകൃതി സ്നേഹം എന്നൊക്കെ പേര് മാത്രമേ ഉള്ളൂ സിജെ. തീർച്ചയായിട്ടും അതെ. അതുമല്ല, ഇതിനോട് ചേർന്ന് തന്നെയല്ലേ ഒരു അമ്പലമുള്ളത്.
അവരും അനങ്ങുന്നില്ല. അങ്ങനെ കാണുന്ന വലിയൊരു മലയാണ്. ഇവിടെയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും നാടിൻ്റെ അവസ്ഥ എന്ന് ഓർത്ത് നോക്കി. ഇനിയിപ്പോൾ വരാൻ പോകുന്ന വൻ പ്രകൃതിക്ഷോഭങ്ങൾ, ദുരന്തങ്ങൾ പല പ്രവാചകന്മാരും ഇപ്പം നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുണ്ടല്ലോ. കേരളത്തിൻ്റെ ദാരുണമായ അവസ്ഥ, ഒരു യുദ്ധം ഉണ്ടാകുന്നതിനേക്കാൾ ഭീകരാവസ്ഥയായിരിക്കും ഇനി നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ പിരിവ് മാത്രം ജനങ്ങൾ കരുതി വെച്ചുകൊള്ളുക. ഏത് സമയത്ത് ഇവിടെ ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിരവധി കുടുംബങ്ങൾ ഒലിച്ചു പോവുകയും അതിൻ്റെ പേരിൽ വീണ്ടും പിരിവ്. ഈ കോട്ടയം ജില്ല തന്നെ പാടെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ്. പിന്നെ കോട്ടയം, രാമപുരം അവസ്ഥ നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ പ്രകൃതി എങ്ങനെയാണ് ശോഭിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഈ മുണ്ടക്കൽ ചൂരമലയിൽ ഉരുൾ പൊട്ടിയപ്പോൾ എത്ര കോടി രൂപയാണ് നമ്മുടെ ഈ കേരളത്തിൽ നഷ്ടമായത്. ഇതൊക്കെ കണ്ടിട്ടാണ് ഇവർ ഇതുപോലെ ചൂഷണം ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അല്ല, ഇതിപ്പോൾ ഇവർക്കൊരു തരവായിരിക്കണം. കാരണം നേരത്തെ ഇത് വടക്കൻ ജില്ലയിലേക്കായിരുന്നു ഈ പ്രശ്നങ്ങൾ. ഇപ്പോൾ അവിടുന്ന് ജനങ്ങളെല്ലാം ഓടിച്ചോടുകൂടി അവർക്ക് വളരാൻ പറ്റിയൊരു മണ്ണായി കോട്ടയം ജില്ല മാറിയിരിക്കുകയാണ്. കാരണം ഇവിടെ പൊതുവേ സമാധാനപ്രിയരായിട്ടുള്ള ആളുകളാണല്ലോ താമസിക്കുന്നത്. ഇവരെ എങ്ങനെ മുതലെടുക്കാമെന്ന് ഇവർ കണ്ടുപഠിച്ചു. അതുമല്ല, നമ്മുടെ ഇവിടുത്തെ ഭരണ നേതാക്കന്മാർ, MP, MLA എന്നിവരുടെ ഒത്താശയോടുകൂടി അവർക്ക് വലിയ ഷെയർ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഒരു നാടിനെ തകർക്കുന്ന ഇത്തരം ഒരു പ്രവൃത്തിക്ക് ഒരു കാരണവശാലും ഇവർ ധൈര്യമായിട്ട് വരികയില്ല. സിജി, ആദ്യമേ തന്നെ ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള യുവക്കന്മാർക്ക് ഇവർ തൊഴിൽ കൊടുക്കാതെ അവരെ മാക്സിമം അവരിട്ട് കഷ്ടപ്പെടുത്തി. അതിനുശേഷം അവർ തൊഴിലിനായിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട ഒരു ആവശ്യകതയായിട്ട് വന്നു. അസുഖങ്ങളെ കാര്യങ്ങളൊക്കെ അവരെ ആ കുടുംബത്തെ കഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, കാരണന്മാർക്കൊക്കെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും അവരെടുത്തിരിക്കുന്ന കടങ്ങൾ അടച്ചു തീർക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞപ്പോൾ അവർ അന്യദേശത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ഈ നാട്ടിൽ ചെറുപ്പക്കാരില്ലാത്തൊരവസ്ഥയിലേക്കായി. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ, ഇങ്ങനെ പാറ പൊട്ടിയിലെ പാറ ഖനനങ്ങൾ ഈ ഭൂപ്രദേശം മൊത്തം മേടിച്ചു കഴിഞ്ഞാലും ഒരു മനുഷ്യൻ പോലും ഇവരോട് ചോദിക്കാനോ സംസാരിക്കാനോ ആരും വരികയില്ലാത്തൊരവസ്ഥ. ഇപ്പോൾ ഇവിടെ പാറമട വരുന്നു, ഏതെങ്കിലും വീട്ടുകാർ ഇതിൻ്റെ ഒരു 10-100 ഏക്കർ എടുത്ത് എന്താണെങ്കിലും ഇവർ മേടിക്കാതിരിക്കില്ല. ഇവർ കുറച്ച് സ്പോട്ട് മേടിച്ച് കഴിഞ്ഞാൽ ബാക്കി ചുറ്റുവട്ടത്തുള്ള കംപ്ലയിൻറ്റ് വന്ന എല്ലാ സ്ഥലങ്ങളും ഇവർ മേടിച്ച് കൂട്ടും. അങ്ങനെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാട്ടിൽ പാറമട വന്നതിനെ സംബന്ധിച്ച് ആരും സംസാരിക്കാനായിട്ട് വരത്തില്ല. ചാനലുകാർക്ക് ഇവർ കൈക്കൂലി കൊടുക്കും. ഈ ഒരു വാർത്തകൾ ജനങ്ങളിലേക്ക് കൊടുക്കാനോ അറിയാനോ സാധ്യതയില്ല. കാരണം നമ്മൾ പല പാറമടകളിൽ പോയി ഒരു വാർത്തകൾ പോലും ജനങ്ങൾക്ക് ഈ ചാനലുകാരും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റിയാത്തൊരു സ്ഥിതിവിശേഷം, ഡാമുകൾ ഉൾപ്പെടെ തകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. കാരണം ഇതുപോലെ പാറ പൊട്ടിയിലെ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇടുക്കി ജില്ലയുടെ ബോർഡറാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയുടെ അതിർത്തിയാണ്. ആ സ്ഥലമാണ് ഇവർ മേടിച്ച് കൂട്ടിയിരിക്കുന്നത്. അറിയാനായിട്ട് സാധിച്ചത് കോതമംഗലത്തുള്ള KP വർക്കി ആൻഡ് സൺസ് അവരുടെ ആൾക്കാരാണ് ഈ ഏരിയ മേടിച്ചിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്താണേലും ഇത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ നാടിനെ തന്നെ ചൂഷണം ചെയ്യുക, ഈ കേരളത്തെ തന്നെ ചൂഷണം ചെയ്യുക. ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ ഭൂപ്രദേശം 4 മലകളാലും ചുറ്റപ്പെട്ട സ്ഥലമാണ്. ചുറ്റുവട്ടത്തെല്ലാം മലകളാണ്. അപ്പോൾ ഇവിടെ എല്ലാം പൊട്ടിച്ച് ഈ പാറകളെല്ലാം ഇതുപോലെ നീക്കി ഇവിടെ വലിയ ഗർത്തങ്ങളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ മുകളിലുള്ള മലകളെല്ലാം ഇടിഞ്ഞ് താഴേക്ക് പോരും. മുണ്ടക്കൽ ചൂരമലയിൽ സംഭവിച്ചേക്കാളും അതിനേക്കാളും അതികഠിനമായ ഒരു സംഭവം, അല്ലെങ്കിൽ അതിനേക്കാളും ഭീകരമായ ഒരു അന്തരീക്ഷമായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നമുക്കറിയാം, മുണ്ടക്കൽ ചൂരമലയിൽ ഉരുൾ പൊട്ടിയപ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരെക്കാൾ ഉപരി ഈ കേരളത്തിലുള്ള ആൾക്കാരും അതിനുപരി വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ എത്രമാത്രം കണ്ണ് നിറഞ്ഞാണ് നമ്മൾ ആ വാർത്തകളൊക്കെ കണ്ടത്. എത്ര ഭീകരമാണ്. നമ്മൾ ഈ നാട് നശിക്കുന്നതിന് എതിരായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാറമട കോറികൾക്കെതിരായിട്ട് ഒരു രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങൾ ഈ വാർത്തകൾ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് കൊടുത്തതിന് ശേഷം വളരെയധികം ഭീഷണികൾ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് വന്നെ. ഇൻ്റർനാഷണൽ കോളുകൾ ഉൾപ്പെടെയാണ് നമ്മളെ വിളിച്ച് അവർ ഭീഷണി, നിങ്ങളെ കൊന്നുകളയും, അതുപോലെ തന്നെ ചുട്ട് ചാമ്പലാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് 1 by 1 ആയിട്ട് കോളുകൾ വന്നേ. എന്താണേലും ഇതിൻ്റെ ഒരു പരിസമാപ്തി ഉണ്ടാകുന്നിടം വരെ നമ്മൾ ഈ ചാനൽ നിലനിൽക്കും. ഈ നാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ ഒരു കാര്യം പറയാനായിട്ടോ ഒരു ചാനലുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ടും പൊതുരംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും പൈസ മതി, സാമ്പത്തികം അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തും ആവാം ഒരു തോന്നലായി. ഇപ്പോൾ ഞാൻ പറഞ്ഞു, യുവക്കന്മാർ നമ്മുടെ നാട്ടിൽ
ഇങ്ങനെയുള്ള ഈ പാറ ഖനനത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ആരുമില്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഇതെല്ലാം താമസമുള്ള വീടുകളായിരുന്നു, ഇതെല്ലാം അടച്ചിട്ട് പോയി, ഇതെല്ലാം പ്രേതം ഉറങ്ങിക്കിടങ്ങുന്ന പ്രേതാലയങ്ങളായിട്ട് ഈ ഭൂപ്രദേശം മൊത്തം മാറി. തൊട്ട് മുകളിലൊരു വീട് കാണുന്നുണ്ട്, അതിന് ഇടതു വശത്തായിട്ട് വേറെ ഒരു വീട് കാണുന്നുണ്ട്, കാണിച്ചു കൊടുത്ത് ചെയ്ത് അത്. അതിന് മുകളിലായിട്ട് വേറെ ഒരു വീട് കാണുന്നുണ്ട്. ഒത്തിരി സ്വപ്ന പദ്ധതികളൊക്കെ ആയിട്ടായിരുന്നു ഈ കുടുംബങ്ങളിലൊക്കെ ആളുകൾ താമസിച്ചിരുന്നത്. ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടതാണ്, ഒത്തിരി ഡ്രീം കണ്ടതാണ്, അവർക്ക് ഒത്തിരി പ്ലാനുകളുണ്ടായിരുന്നു. ഈ മണ്ണിൽ പണിയെടുത്ത്, ഈ പറമ്പിലൊക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വർക്കൊക്കെ ജീവിക്കാം എന്നുള്ളൊരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പദ്ധതികൾ പ്ലാനുകളിലൊക്കെ മാറ്റി ഇപ്പോൾ ഒരാൾക്ക് മാത്രം ഇങ്ങനെ ഒരു പാറമട കോറികൾ വരുവാണെങ്കിൽ ഒരാൾക്ക് മാത്രം എതിർപ്പായിട്ട് ഉളവാക്കാൻ പറ്റത്തില്ല. ഒരു നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഒഴിഞ്ഞു പോകുമ്പോൾ അവരുടെ ഒപ്പം തന്നെ ഈ ആട്ടിൻകൂട്ടത്തിൻ്റെ കൂടെ ആടുകൾ പുറകെ നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ കഴുതക്കൂട്ടങ്ങളിലൂടെ കഴുത പോകുന്ന പോലെ മനുഷ്യന് നടന്നു പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? നമ്മുടെ നാട് ഇതുപോലെ ദുഷിച്ചു പോകാനായിട്ട്, ഇതുപോലെ നശിച്ച് നാരായണക്കല്ല് പിടിച്ചു പോകാനായിട്ട് ഈ ഒരു സ്ഥിതിവിശേഷം നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ എത്രമാത്രം ഭീകരമാണ്. ഈ പ്രദേശത്ത് വന്നിട്ട് ഞങ്ങൾ ചുറ്റിക്കറങ്ങിയിട്ട് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയാനായിട്ട് ഇവിടെ ആരുമില്ല. ഇവിടെ ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മനുഷ്യവാസം ഇല്ലാത്ത രീതിയിൽ ഈ ഭൂപ്രദേശം മൊത്തം അവർ മേടിച്ച് അവർ കൈയടക്കിയിരിക്കുകയാണ്. ഈ വീട് നേരത്തെ നല്ല രീതിയിൽ ആൾതാമസം ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നു. ഇപ്പോഴും ഇത് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായെന്ന് തോന്നുന്നു. ഇവരെല്ലാം ജീവനം കൊണ്ട് പേടിച്ച് കിട്ടിയ കാശ് മേടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ ഉള്ളവർക്കും ഇച്ചിരി ദൂരെ ഉള്ളവർക്കൊക്കെ ഭയമാണ് ഇതേക്കുറിച്ച് സംസാരിക്കാൻ വരെ. അവർ എങ്ങനെയെങ്കിലും ഈ നാട് വിട്ട് പോകണം എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇതിപ്പോൾ സ്വർണ്ണത്തേക്കാൾ ലാഭമുള്ളൊരു ബിസിനസ്സായിട്ട് പാറ കോറി മാറിയിരിക്കുകയാണ്. കാണുന്നൊരു വീട് കാണുന്നത്. അതെ അതെ, വൻ ലാഭമല്ലേ ഇവർക്ക്. ഇനിയിപ്പോൾ ക്രമേണ സ്വർണ്ണ കച്ചവടം പയ്യെ കുറച്ച് ഈ പാറ ഖനനത്തിലേക്ക് തുടങ്ങുകയാണ്. കാരണം പ്രകൃതിയുടെ പൊതു സ്വത്തായിട്ടുള്ള ഇത്തരം പാറകൾ വെറുതെ ഇവിടെ കിടക്കുകയല്ലേ. എല്ലാവർക്കും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം വിൽക്കും. നമ്മുടെ നാടിൻ്റെ പൊതു സ്വത്തായിട്ടുള്ള ഇത് തകർത്ത് ഈ നാടിനെ തകർക്കുന്ന ഈ ഒരു മാഫിയ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണം. ഇല്ലാത്ത പക്ഷം നമ്മുടെ കേരളം ഒരു പൊതു ശ്മശാനം പോലെയായിത്തീരും. ഇപ്പം തന്നെ എല്ലാവരും നാട് വിട്ടു തുടങ്ങി. ബാക്കിയുള്ളവർ പറയുന്നത് ഇവിടെ ജീവിക്കാൻ തന്നെ ഭയമാണ്. നിങ്ങളിങ്ങനെയുള്ള വീഡിയോകളൊക്കെ മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റിയാത്തൊരു സ്ഥിതിവിശേഷം ആകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ദുസൂചനയാണ് ഈ ടൈം അത്രയും ഈ വീഡിയോ നിങ്ങൾ കണ്ടത്. കാരണം ഈ വീഡിയോ നിങ്ങൾക്കൊരു മിസ്സിംഗ് ആയിട്ട് തോന്നണ്ട, നിങ്ങളുടെ സമയം നഷ്ടമായെന്ന് തോന്നണ്ട. ഈ കേരളത്തിൽ ഓരോ ആൾക്കാരും ഇതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന് വേറൊരവസ്ഥയിലേക്ക് മാറി ഇതുപോലെ തന്നെ പാറ മാഫിയകൾക്ക് അടിയറവ് പറഞ്ഞ് ഈ പ്രകൃതി ഇട്ടിട്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ കേരളീയരെല്ലാം ആയിപ്പോകുമെന്നുള്ള അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. തുടക്കം ഇതാണ്, ഇനി ഒടുക്കം എന്താണെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രകൃതി ചൂഷണം ഇവർ എന്തുകൊണ്ടാണ് നടത്തുന്നതെന്ന് ഒരു ജിയോളജിക്കൽ വകുപ്പുകാരും ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നില്ല. ഇവരെല്ലാം കൈക്കൂലി മേടിച്ചിട്ട് ഇവരുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന അവസ്ഥയാണ്. ഒന്നെങ്കിൽ ഈ കേരളത്തിലുള്ള ജിയോളജിക്കൽ വകുപ്പ് എല്ലാം പിരിച്ചുവിടുക. ഇത് ഏറ്റവും വലിയ തട്ടിപ്പാണ്. ഈ കേരളത്തിലെ ജിയോളജിക്കൽ വകുപ്പ് ഏറ്റവും വലിയ തട്ടിപ്പാണ്. കാരണം ഇവിടെ കയറിയിരിക്കുന്ന ഭീകരപ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരാണോ എന്ന് നമുക്ക് ആധികാരികമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. സർക്കാരിൻ്റെ ശമ്പളം പറ്റിക്കൊണ്ട് ഈ കേരളത്തിൽ ഭീകരപ്രവർത്തനം ചെയ്യാനാണോ ഈ കേരളത്തിലെ ജിയോളജിക്കൽ വകുപ്പിനെ നിയമിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ഒരു കാര്യം പറയുന്നു, ഈ കേരളത്തിലെ മനുഷ്യരുടെ കണ്ണീര് കണ്ടിട്ട് എൻ്റെ ജിയോളജിക്കൽ വകുപ്പുകാരെ നിങ്ങളുടെ കുടുംബം നശിച്ച നാരായണക്കല്ല് പിടിച്ച് തീരുവുള്ളൂ. നിങ്ങൾ ആ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഭയാനകമാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു പോലീസുകാർ അതുപോലെ തന്നെ ഒരു പ്രകൃതി സ്നേഹികൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടൊന്നും ഈ നാട്ടിൽ വന്നുമില്ല. അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നില്ല. ചാനലുകാരെല്ലാം പൈസ കൊടുത്ത് അവരെ മറച്ചാക്കുവാണ്. ഇതിനെതിരായിട്ടൊന്നും ആരും സംസാരിക്കാനായിട്ട് ഇവിടെ വരത്തില്ല. ഇവിടെയുള്ള പെണ്ണുപിടുത്തവും വേറെ എന്തെങ്കിലും ഒരു പെൺ മാഫിയയെക്കുറിച്ചൊക്കെ വാർത്തകൾ കൊണ്ടുവരുന്ന ചാനലുകാർ 8-10 പേരൊക്കെ വന്നിട്ട് അങ്ങ് തുടരെയുള്ള വീഡിയോ എടുക്കുകയാണ്. ദിവസങ്ങൾ നീളുന്ന വീഡിയോ എടുക്കാം, 5-6 മാസം കൂടുമ്പോൾ വീഡിയോ എടുക്കാം. ഒരു രാഹുൽ മാങ്കൂട്ടമുണ്ട്, കുറച്ച് അതിജീവിതമാരുമുണ്ട്. ഇതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയൊക്കെ നല്ല വ്യക്തികളെ, നല്ല യുവാക്കന്മാർ ഈ കേരളത്തിലുണ്ടായിട്ട്
ഇവരൊക്കെ ഈ നാട്ടിൽ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചൂഷണം നിർത്തിവെക്കുന്നത് കൃത്യമായിട്ട് അറിയാവുന്ന കാരണമാണ് ഈ മന്ത്രിമാർ ഉൾപ്പെടെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും തല പൊങ്ങാൻ സമ്മതിക്കാതെ കൊടുവാളെടുത്ത് വെട്ടുന്നതെന്ന് ഞാൻ പറയുന്നത്. ഈ നേതാക്കന്മാർക്കൊന്നും, ഈ നാട് ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കൊന്നും ഈ നാടിനോട് യാതൊരു സ്നേഹമോ മമതയോ ഒന്നുമില്ല. ഒരു പരിധി വിട്ടുള്ള ഭൂമി ഖനനമാണ് ഇവിടെ നടക്കുന്നത്. ഒരു പരിധി വിട്ടുള്ള എത്രമാത്രം ഭീകരമാണ് ഈ നാട് ഇതുപോലെ നശിച്ചു പോയെന്നാണ് ചോദിക്കുന്നത്. പ്രിയരെ, നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. കാരണം നമുക്ക് ഇങ്ങനെ വൈകാരികമായിട്ട് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ സൗണ്ട് ചില കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദ്യം ക്ഷമിക്കുക. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. മാക്സിമം നിങ്ങൾ എത്താവുന്ന സ്ഥലങ്ങളിലേക്ക് എല്ലാം എത്തിക്കുക. ഇങ്ങനെ വാർത്തകളുമായിട്ട് വന്ന ചാനലുകാർ കുറവായിരിക്കും. നാളെ എല്ലാ ചാനലുകാരും ഈ വാർത്ത കേട്ടെങ്കിലും ഈ നാട്ടിലെല്ലാം വന്ന് വാർത്തയെടുത്ത് ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിച്ച് ഇത്രയും പെട്ടെന്ന് ഈ പ്രകൃതി ഖനനം നിർത്തിവെച്ച് നിങ്ങളുടെ മണ്ണിനെയും ഈ വൃക്ഷലതാദികളെയും എല്ലാം സംരക്ഷിച്ച് ഈ ജനങ്ങൾക്ക് വേണ്ട സ്വസ്ഥയും സമാധാനമായിട്ട് ജീവിക്കുക ഒരു സാഹചര്യം നിങ്ങളായിട്ട് ഒരുക്കി കൊടുക്കണം. നിങ്ങളുടെ കടമയാണ്. അല്ലെങ്കിൽ പത്രമാധ്യമ ധർമ്മം എന്നുള്ളത് നിങ്ങൾ നിർത്തിവെച്ചിട്ട് നിങ്ങൾ വേറെ വല്ല പണിക്കും പോകും, വല്ല ചാണാനും കോരാൻ പോകും. ഓക്കെ, താങ്ക് യു.